നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. അതിന്റെ ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ ഓണം എക്സാമിന് മോഡലായിട്ട് നമ്മൾ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. put off, put across, made up his mind, go on. എന്തൊക്കെയാണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കണം. എന്നിട്ട് ഈ ഒരു എ ബി സി എന്നുള്ള സ്ഥലത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക് യെസ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മീനിങ് മേഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉറച്ചൊരു തീരുമാനമെടുത്തു എന്നുള്ള അർത്ഥമാണ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ള അർത്ഥമാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, ഡിലേ, മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം ഒക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് യെസ് ഈ ഓരോന്നിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഏറ്റവും കലാം ഡാഷ് ടു ടേക്ക് അപ്പ് ഹിസ് ജോബ് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. അവൻ കലാം എന്താ ചെയ്തത്? അവന് ആ ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷന്റെ ജോലി സെറ്റാക്കാൻ വേണ്ടിയിട്ട് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, അവന്റെ എന്താക്കി, അവന്റെ ഒരു ഉറച്ച തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെയാണ്. രണ്ടാമത്തത് ഹി ഡാഷ് ദിസ് ടു ഹിസ് മദർ, അവന്റെ അമ്മയോട് അവൻ എന്താക്കി, അവന്റെ അമ്മയോട് അവൻ എന്താക്കി, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് പുട്ട് അക്രോസ്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ ആൻസർ, ബി ആണ്. അത് മാത്രമല്ല ഹിസ് മദർ agreed to it and reminded him that his studies should dash without being affected. സ്റ്റഡീസ് എന്താവണമെന്നാ പറഞ്ഞത്? സ്റ്റഡീസ് തുടർന്നു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. സ്റ്റഡീസ് ഒരു കാരണവശാലും എന്താക്കരുത്, നിന്ന് പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ തുടരണം, കണ്ടിന്യൂ എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഗോ ഓൺ എന്നാണ് ഇതിന്റെ ആക്ച്വലി ഇവിടുത്തെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ആൻസർ കണ്ടെത്തേണ്ടത്. ഇതുപോലെ എല്ലാ ഈ ഒരു ഫ്രേസൽ വെർബ്സ് മാത്രമാണ് വരിക അല്ല, ഇനിയും ധാരാളം ഫ്രേസൽ വെർബ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഫ്രേസൽ വെർബ്സും അതുപോലെ തന്നെ എഡിറ്റിംഗും കംപ്ലീറ്റ് ഡിസ്കോഴ്സുമായിട്ട് നമ്മളൊരു മെഗാ മാരത്തൺ വരുന്നുണ്ട് കൃത്യം 7 മണിക്ക്, കൃത്യം 7:30. മിസ് ചെയ്യരുത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് ഇനി ഡിസ്കോഴ്സസ് വേണ്ടത്, ഗ്രാമർ വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ബൈ.